വെള്ളച്ചാട്ടത്തിലേക്ക് പോവാം. ചിറപ്പുഞ്ചി മഴയത്ത് ആ ഒരൊറ്റ മൈൻഡിലാണ് എന്റെ പോക്ക്. പക്ഷെ 2 സെക്കൻഡിനിപ്പോ മഴ പോയി. അത്ര നേരം ഒരു കാര്യമില്ലാണ്ട് പെയ്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മനുഷ്യനൊരു റീൽ എടുക്കാൻ പോകുമ്പോൾ മഴക്കല്ല അഹങ്കാരം. ബട്ട് അനക്കത് സീനൊന്നുമല്ല, ഞാൻ അങ്ങനെയൊന്നും തളരുവൊന്നുമില്ല. നമ്മൾ ഈ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടത്തിൽ ഇന്ന് ആർമാദിക്കാൻ പോവുകയാണ് ഗൈസ്. എന്റെ മുട്ട് പോലും ആ വെള്ളച്ചാട്ടത്തിൽ മുങ്ങുന്നില്ല, പക്ഷെ എന്നാലും ഞാൻ എൻജോയ് ചെയ്യും. യെസ് ഗൈസ്, നമ്മൾ അങ്ങനെ ആയിരിക്കണം. നമ്മൾ ഉള്ളതിൽ സന്തോഷിക്കാൻ പഠിക്കണം. കാടാണ്, അപ്പൊ നമ്മളിങ്ങനെ ഇടക്കിടക്ക് ചുറ്റുമെല്ലാം നോക്കണം. പേടിച്ചിട്ടൊന്നുമല്ല, വെറുതെ ഒരു സേഫ്റ്റി. കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ ഒരു വലിയ കുളമുണ്ട്, പക്ഷെ പിള്ളേരെയും കൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ അങ്ങോട്ട് ഒതുങ്ങും. പക്ഷെ എന്തെല്ലാം പറഞ്ഞാലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഹാപ്പിനെസിന്റെ എക്സ്ട്രീമിൽ എത്താൻ പറ്റുന്ന ഒരു പ്രത്യേകതരം കഴിവ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഏത് കുണ്ടിൽ പോയിട്ടാലും നമ്മൾ സന്തോഷിക്കും. ഒരാൾക്ക് എത്ര സെക്കൻഡ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാം, അതാണ് ഇനി നമ്മളെ പരീക്ഷണം. ജാവിക്കാണെങ്കിൽ ഞാൻ മുങ്ങിയിട്ട് പൊങ്ങാത്തതിലുള്ള ടെൻഷനാണ്. പിന്നെ അങ്ങോട്ട് കുറച്ചു നേരം ഇതന്നെ പരിപാടി, മുങ്ങുന്നു പൊങ്ങുന്നു എണ്ണുന്നു. അങ്ങനെ കുറെ സമയം എണ്ണിയും മുങ്ങിയും പൊന്തിയും കളിച്ചപ്പോൾ എനിക്ക് വിശന്നു. വെള്ളത്തിലായാലും കരയിലായാലും ഇനിയിപ്പോൾ ആകാശത്തിലായാലും വിശന്നാൽ ഞാനല്ലാണ്ടാവും. അതുകൊണ്ട് ജാവിക്ക് വേണ്ടി കൊണ്ടുവന്ന ലോട്ടസ് ബിസ്കോഫ് ഞാൻ ഇരുന്ന് തിന്നു. അവൻ എന്നെ തന്നെ നോക്കുന്നു, കുറച്ച് താടി എന്നുള്ള മൈൻഡിൽ. അപ്പൊ ഞാൻ അവനും ലേശം കൊടുത്തു ഗൈസ്. അങ്ങനെ പാത്രവും നമ്മൾ ആടുന്ന തന്നെ കഴുകി. ശുദ്ധജലമാണല്ലോ. ആടെ എത്ര ചക്ക എന്നറിയോ, ആർക്കും കിട്ടാതെ പോലെ വീണ് നശിച്ചു പോയത്. ചക്ക കൊതിയച്ചായ എനക്ക് അതെല്ലാം കാണുമ്പോൾ സങ്കടം വരും. അങ്ങനെ ഇന്നത്തെ കുളിയും നനയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാം നമ്മൾ വീട് പിടിക്കട്ടെ. ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.